സോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ അടുത്തൊരു ഗെയിമിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത് റോബറി ബോബ് 1 ആണ്. അപ്പം നമുക്ക് കളി തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ മിഷൻ ആണ്. അതിനെല്ലാം പറയുന്നില്ല ഗായ്സ്. അത് നമ്മൾ ഫസ്റ്റത്തെ മിഷൻ ചോദിച്ചിട്ടുണ്ട്. ഗായ്സ്, ഇന്ന് നമുക്ക് എല്ലാതും ഒന്നിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒന്നിച്ചെടുത്തിട്ടുണ്ട് എല്ലാതും. അപ്പം ഞാൻ അടുത്ത വീട്ടിലേക്ക് പോവാം. ഈ കളിയിൽ ചിലപ്പോൾ പോലീസുകാരുണ്ടാവും, അല്ലെ ആ വല്യമ്മ ഉണ്ടാവും. വീട്ടുകാരില്ലാന്ന് തോന്നുന്നു. എല്ലാ സാധനങ്ങളും കൊടുക്കണം, എന്നാലേ ഫുൾ സ്റ്റാറ് ഫുള്ള് സാധനം കിട്ടുള്ളൂ. ഈ വരെ വലിയൊന്നുമില്ല. അടുത്ത വരെയാണ് സെക്യൂരിറ്റി മെല്ലിനൊക്കെ ഉണ്ടാവുക. ഡോറൊക്കെ പൊളിച്ചിട്ട് പോകണം കാഴ്ച. നെക്സ്റ്റ് വരെയൊക്കെ പോവാ. ഇത് കുറച്ച് വലിയ പേരാണ്. അപ്പം ഇവിടെ മിക്കവാറും ആരെങ്കിലും ഉണ്ടാവും. നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വല്യമ്മണ്ട് ഇവിടെ. നിങ്ങൾ റോബറി ബോബ് കളിച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് നമ്മളെ കൂടെ നടക്കുന്ന ആ ചങ്ങായി നമ്മളെ പറ്റിച്ചു. ആ ചങ്ങായി നമ്മളെ ചതിക്കും. എല്ലാ സാധനങ്ങളും ഒന്നുകൂടി എടുക്കാൻ വല്യമ്മയുടെ സിനിമ പോയിട്ടുണ്ട്. നമുക്ക് നല്ല ബാത്റൂമിൽ കയറി. അപ്പം നമ്മളെ പ്രഷർ ഫുള്ളായിന്. വല്യമ്മ നമ്മളെ കാണാൻ വേണ്ടി ഓടിക്കോ. നമ്മൾ മെല്ലെ വല്യമ്മനെ കാണുക. വല്യമ്മനെ കണ്ടാ പോലീസിൻ്റെ തലൻ്റെ സാധനം പോകും. ടൈം ലിമിറ്റിനാണ് കളി. ഇത് കുറച്ച് ചെറിയ പേരാണ്, എന്നാലും ആൾക്കാരുണ്ടാവും. ആൾക്കാർ എല്ലാം തുടങ്ങുന്നു. സോ അപ്പം ഈ വരയിലാണ് നമ്മൾ നോക്കേണ്ടത്. ഈ വരയിലും പോലീസുകാരുണ്ടാവും. ഉറപ്പുണ്ടാവും. അതിൽ സംശയം വേണ്ട. ബേഡും വല്യമ്മയാണ് ഗൈസ്. അപ്പം നമുക്ക് ആ ട്രഷറുള്ള സ്ഥലത്ത് പോകാനുള്ള സ്ഥലമുണ്ട്. അപ്പം നമ്മൾ ഇങ്ങോട്ട് തന്നെ നിർബന്ധിച്ചാറുണ്ട്. ആ വല്യമ്മ അങ്ങോട്ട് കൂടെ പോകുന്നുണ്ട്. നമുക്ക് ആ സാധനം വേണം. അടുത്ത ചുവപ്പ് സാധനം ഗൈസ്, ഇത് നൂലാണെന്ന് തോന്നുന്നു. വല്യമ്മൻ്റെ മൂട്ട് കുത്തി പോവാ. വല്യമാരുണ്ട് ഗൈസ്. പോകണം പക്ഷെ നമുക്ക് വാതിൽ കൂട്ടിയിട്ടല്ലേ വല്യമ്മ സംശയിക്കും. ഇപ്പം നമ്മളത് ഫുള്ളായില്ല എന്നാണ് കാണിച്ചത്. നമ്മളെ ട്രഷർ ഫുള്ളായില്ല, പൈസ ഫുള്ളാക്കണം. അപ്പം എവിടെ പോയി വല്യമ്മ പൈസ ഒളിപ്പിച്ച് വെച്ചാണ്. വല്യമ്മക്ക് ആൾക്കാർ പോകുമ്പോൾ ഒപ്പം പോയിക്കൂടെ, നമ്മളെ ശല്യപ്പെടുത്താൻ നിൽക്കണം. ഗൈസ്, വല്യമ്മ അറിയാൻ പാടില്ല നമുക്ക് ഫുള്ളായിട്ടുണ്ട്. ഗൈസ്, അടിച്ച് ചവിട്ടി പൊളിച്ചു പോവാ ഗൈസ്. ECPC ഗൈസ്, ECPC ഗൈസ്. ടൈം കിട്ടിയില്ല. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ടൈമിൽ കുറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഫുൾ സ്റ്റാറാണ് ഗൈസ്. അപ്പോൾ ഇതിൽ കുറച്ച് വേറെ വെറൈറ്റി ആൾക്കാരാണ്. പോലീസും ഉണ്ട് എന്ന് തോന്നുന്നു, വല്യമ്മയുണ്ട്. ഓ ഗൈസ്, ബോബ് ഈസ് ദെൻ സൈലന്റ് വെൻ ഹീസ് സ്നേക്കിങ് ലൈക്ക് എ നിഞ്ച. നമ്മൾ നിഞ്ചൻ്റെ മാതിരിക്ക് പോകണം, സൗണ്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല ഗൈസ്. ആ വല്യമ്മ ഇവിടെ ഉണ്ട്. ഇപ്പം എല്ലാ സാധനങ്ങളും എടുത്ത് പോവുക. വല്യമ്മ തിരിയൊന്നുമില്ല, നമ്മളെല്ലാ സാധനങ്ങളും കറക്റ്റിൽ എടുത്ത് പോവുക. നമ്മളൊരു നിഞ്ചൻ്റെ മാതിരിക്ക് പോകാനാണ് പറഞ്ഞത്. റണ്ണിങ് ഈസ് എ നോയിസ്റ്റർ, ട്രൈ സ്പ്രിൻറ്റിങ് ടു ദ ഡോർ. ഗൈസ്, ഇവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. ഗൈസ്, നമ്മൾ മേക്കിംഗ് നോയിസ്.
നോയ്സ് മേക്ക് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അവിടെ ഫുൾ സ്റ്റാർ കിട്ടിയില്ല. അവിടെ ടൈമിൻ്റെ ചെറിയൊരു വ്യത്യാസമുള്ളൂ വന്നത്. അപ്പം ഞാൻ അടുത്ത പോലീസുകാരനാണ് ഇറങ്ങുന്നത്. പോലീസുകാരനല്ല, ഒരു ഡിറ്റക്റ്റീവാണെന്ന് തോന്നുന്നു. ഒരാളവിടെ നിൽക്കുന്നുണ്ട്. ആ ഡിറ്റക്റ്റീവ് ഇപ്പം അങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ ആ തിരിച്ചു വരവിൽ വരുന്നുണ്ട് ഗൈസ്. ആ ഡിറ്റക്റ്റീവ് അങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. ആ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ അയാളെ ബാക്ക് പോകാൻ വേണ്ടി അയാളെ മോന്ത നമുക്ക് ഡോർ ഓർക്കണ്ട. സോ അയാൾ പോയേനെ. നമുക്ക് മെല്ലെ സാധനങ്ങളൊക്കെ എടുക്കാം. വഷിറ്റ് ഗൈസ്, നമ്മളെ കണ്ടു ഗൈസ്. പോലീസുകാർ വന്നിട്ടുണ്ട്, നമ്മളെ കണ്ടായാണ്. ഇപ്പം നമ്മൾ അടുത്തൊരു സ്റ്റാർ കൂടിയും പോയി ഗൈസ്. നമ്മൾ ട്രഷർ ആ റൂമിലാണ്. ഇയാൾ ഇവിടെ വന്ന് ചോറുണ്ടാക്കാനായിട്ട് നടക്കുക ഗൈസ്. അയാളെ മൂന്തമ്മക്ക് തുറക്കുക ഗൈസ്. ഗൈസ് ഇയാളവിടെ ഗൈസ് നമ്മളെ ട്രഷർ കിട്ടീണ്. കുറച്ച് ഇട്ടാണ്ട് ഈ തന്ത പോലീസ് പോട്ടെ ഗൈസ്. അപ്പോൾ ഇവിടുന്ന് ഒരു സാധനം എടുക്കാണ്ട് അവിടുന്ന് ഒരു സാധനം എടുക്കാണ്ട് കാരണം നമുക്ക് മെല്ലെ കട്ടായിട്ട് സ്കൂട്ടാവാം. എല്ലാവരും കണ്ട് ടൈമും കിട്ടിയില്ല ഗൈസ്. പക്ഷെ ലൂട്ട് 100% കിട്ടണേ. നമ്മൾ റിട്രീ ആക്കണില്ല. ഞാൻ പിന്നെ കളിച്ചോണ്ട് പോലീസുകാരും പോയിട്ടുണ്ട്. അവിടെ ഒളിച്ചിരിക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ ഒരു പെണ്ണുണ്ട് കവൽക്കൊക്കെ. മക്കളെ വേഗം പിടിപ്പിച്ച ആ ആക്കണേൽ ടൈം പോകണ്ടെന്നാണ്. നമുക്ക് ട്രഷർ വേഗം പോയി എടുക്കണം, അല്ലെങ്കിൽ അയാളെത്തും. ഇയാൾ വരുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ പെട്ടിയിൽ ഒളിച്ചെടുക്കാല്ലേ സ്കില്ല് ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. അത് ഈ ലെവലിലാണ് ഗൈസ് ഓപ്പൺ ആവുക. അപ്പോൾ പെട്ടിയിൽ ഒളിച്ചെടുക്കാല്ലേ സ്കില്ല് ഓപ്പൺ ആയി. അപ്പം നമുക്ക് മെല്ലെ അങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ, നമ്മൾ ആ മിഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ് ആ വലിയ കൊട്ടാരം പോലത്തെ വരെയാണ് ആ മറ്റേ ഈ ചതിയൻ്റെ വരെ. ഇവൻ ഫുള്ള് ചതിയനാണ് ഗൈസ്. ഇവൻ എന്നെ ഒരു കളിയിൽ പറ്റിച്ചിട്ട് ഇവിടെ റിയൽ പോലീസാണ് ഗൈസ് നിൽക്കുന്നത്. ഇവിടെ ഡിറ്റക്റ്റീവ് ഒന്നല്ല. ഇവിടെ ഡിറ്റക്റ്റീവ് ഒന്നല്ല നിൽക്കുന്നത് ഗൈസ്. ഇവിടെ ഒറിജിനൽ പോലീസാണ് നിൽക്കുന്നത്. ഡോർ തുറന്നിട്ട് മറ്റ പോലീസിനെ കാണിച്ചു തന്നത്. അപ്പം നമുക്കിവിടെ ബാക്കിൽ വെച്ചിട്ട് ഇയാള് പോലീസായതുകൊണ്ട് വലിയ ഇതാണ്. മറ്റൊരു പോലീസിനെ വിളിച്ചോളൂ, ഇയാൾ നേരെ വന്നിട്ട് കുത്തു. ഓ ഷിറ്റ്, ഇയാളിങ്ങോട്ട് തിരിഞ്ഞൊക്കെയാണ് ഇപ്പം ചറിയുന്നത്. ലീഗൽ ഡോക്യുമെന്റ്സ് ആണ് ഗൈസ് നമുക്ക് കിട്ടുന്നത്. ലീഗൽ നമുക്കൊരു ലൂട്ട് കൂടിയും കിട്ടാണ്ട് നമുക്കിവിടെ വിളിച്ചേക്കാം. ഇയാൾ ഇങ്ങോട്ട് ബാക്കൊക്കെ തിരിഞ്ഞേക്കാന്നില്ലൊരു പുറത്ത് വെച്ച് ലെവലില്ലേ ഇനി അയാൾ പോണ്ട്. ഒന്നുകൂടെ ചവിട്ടി പൊളിച്ചോളാം. എന്താ പാടെ വെക്കണേ, നമ്മൾ വാതിലൊക്കെ ചവിട്ടി പൊളിച്ചു ഗൈസ്. പക്ഷെ പോലീസ് കണ്ട അതാ വേറെ ഇഷ്യൂ. ഇപ്പം നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം ഗൈസ്. നമുക്ക് സ്റ്റാറൊക്കെ കുറഞ്ഞു പോകുന്നുണ്ട്. ലെവലിൻ്റെ അത്ര പരിചയമില്ലല്ലോ. അപ്പം ലെവലിന് പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ
സ്റ്റാറൊക്കെ കുറഞ്ഞു പോകുന്നുണ്ട്. 1 2 അഥവാ 1ൻ്റെ വാതിൽ തുറക്കുക. അപ്പോൾ അയാൾ 1ൻ്റെ വാതിലിൻ്റെ അടുത്ത് കയറും. നമ്മൾ 2ൻ്റെ വാതിൽ തുറന്നാണ്ട് മെല്ലെ അങ്ങോട്ട് പോകും. ഗൈസ് ഇങ്ങനെയാണ് ഒരു. അപ്പം നമ്മൾ പിന്നെ പോകേണ്ടത് ഇങ്ങോട്ടാണ് ഗൈസ്. ടോയ്ലറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒളിച്ചിക്കാല്ല, ക്ലോസറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒളിച്ചിക്കാല്ല സംവിധാനമുണ്ട് ഇവിടെ. മറ്റേ വല്യമ്മയാണ് ഗൈസ്, ഇവിടെ വല്യമ്മയാണ്. നമുക്ക് വല്യമ്മ എത്താൻ കാട്ടണം നോക്കാം. വല്യമ്മ അവിടെ പോയി നിൽക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ലൂട്ടെടുത്താണ്ട് നേരെ അങ്ങോട്ട് വരണം. അപ്പം ഞാൻ വല്യമ്മ പോട്ടെ ഗൈസ്. തിരിച്ച് പോകുമ്പോൾ നമ്മൾ ആ ലൂട്ടെടുത്ത് പോകും. ഓക്കെ, വല്യമ്മ തിരിച്ചിട്ടുണ്ട് ഗൈസ്. വല്യമ്മ റൂട്ട് തിരിച്ചു. ഇവിടെ ഒരു പോലീസൊന്നും ഇല്ലല്ലോ ഗൈസ്. നമുക്ക് ട്രഷർ കിട്ടിയാണ്. നമുക്ക് അവിടുത്തെ ഒരു ഇത് കൂടി എടുക്കാണ്ട്. അപ്പോൾ ഈ വീഡിയോക്ക് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. നമ്മൾ അമോങ് അസ് വീഡിയോക്ക് 100-200 വ്യൂസ് കടന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടതിന് വളരെ നന്ദി. ഇയാൾ അങ്ങോട്ടാ തിരിഞ്ഞിരിക്കുന്നത്. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് തിരിയണ്ടേ. നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോൾ ഇപ്പം അയാൾ അങ്ങോട്ട് ഇയാൾ ആ ഡോറിൻ്റെ അടുത്ത് പോകും. ഗൈസ് ഇതൊന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. യെസ് ഗൈസ്, ടൈം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അടുത്ത റോബർക്ക് പോവാം. ഇനി 1 2 3 4 5 6 പേരെ കൂടി 6 ഹൗസ് കൂടി ഉള്ളൂ എന്നാ തോന്നുന്നത് ഗൈസ്. ഗൈസ് നമ്മളെ ചാവിനോട് തുറക്കുന്ന സംവിധാനം അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പം ഇതിലാകെ കുറച്ച് പണി ഉണ്ടാവുള്ളൂ എന്നാ തോന്നുന്നത്. അപ്പോൾ അതിൽ തുറന്നതിനകത്ത് പോയപ്പോൾ ഗൈസ് ആകെ പെട്ടു. എൻ്റെ മേലിൻ്റെ മേത്ത് തട്ടേഷാണ്. നമുക്ക് ഫുൾ ലൂട്ട് കിട്ടണമെങ്കിൽ ആ വല്യമ്മേൻ്റെ അടുത്ത് കൂടി പോകും. ഗൈസ് വല്യമ്മേൻ്റെ അടുത്ത് പോവാ. ഗൈസ് നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ കീൻ്റെ ഫുള്ള് ലൂട്ട് കിട്ടിയില്ല ഗൈസ്. അതെന്താ പറ്റി? ഇത് കീൻ്റെ ലെവല് അഥവാ കീൻ്റെ എബിലിറ്റി തുറക്കാനല്ലേ, അഥവാ ചാവില്ലൊരു ലെവല് തുറക്കാനാണ് ആ ഒരു ലെവൽ വെച്ചത്. സോ ആ പോലീസ് പോട്ടെ, ഈ ഭാഗത്തിലടിച്ച് പോവാം. പ്രാവശ്യം എല്ലാം ലൂട്ട് കൊടുക്കണം. നേരത്തെ ഫുള്ള് ലൂട്ട് എടുത്തില്ല ഗൈസ്. ഗൈസ് കണ്ടോ, ട്രഷറിൻ്റെ അടുക്കുകയാണെങ്കിൽ അവിടെ ഒരു പോലീസ് ഉണ്ട്, അതിനായിട്ടൊരു ചാവും കാണും. ഇവിടെ വല്യമ്മ പോലീസ് ആരെങ്കിലും ഉണ്ടോ? പോലീസ് ഉണ്ടോ ഗൈസ്? അവിടെ ഒരു പോലീസ്, അവിടെ ഒരു ട്രഷറും ഉണ്ട്. പക്ഷെ കീ എവിടുന്ന ഗൈസ് കിട്ടുക? കീ കിട്ടുന്ന സ്പോട്ട് എവിടെ? അവിടെ ഒളിച്ച കാല സ്പോട്ടൊക്കെ ഉണ്ട്. ഞാൻ അറിയാതെ വാതിൽ തുറന്നിട്ട് അയാളിങ്ങനെ തിരിഞ്ഞാന്നായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ നമ്മളടുത്ത് കീ ഇല്ല. കീ എവിടെ ഒളിപ്പിച്ചു? അയാൾ വാതിൽ തുറന്ന ആരാണ് എന്ന് പോയേക്കാൻ പോവാണ് ഗൈസ്. കീ എത്ത ഇയാളെ ചന്തിൻ്റെ തൊട്ടില്. ഇയാളെ ഒളിച്ചിക്കാത്ത ഇവിടെ എനിക്ക് കീയൂല്ല. ഇയാൾ ഒളിച്ചൊന്നുമില്ല. എന്താണ് ഇവന്?
ഇവൻ്റെ ഓരോ പ്രശ്നങ്ങൾ. ഓ അയാൾ തിരിഞ്ഞ് ഗൈസ്. ഓ ഷിറ്റ് അടുത്ത് നമ്മൾ ഓട്ടം കഴിഞ്ഞ് ഗൈസ്. ചെറുതായിട്ടൊന്ന് മൂണ്ടി നമുക്ക് അപ്ഗ്രേഡ്സിൽ പോവാ. ഇതൊക്കെ കൂട്ടില്ല. നമുക്കൊരു സാധനം വാങ്ങാം. നമുക്ക് ഈ സാധനം വാങ്ങാം. ഡോറ് ലോക്കില്ലാതെ ചവിട്ട് പൊളിച്ചിട്ടുണ്ട്. നമുക്ക് റിട്ടർ ആക്കാം. ഇത് 2 ഉണ്ട് ഗൈസ്. ഇയാളെ നമുക്ക് കൊടുക്കാം. 2 പക്കം കൊടുക്കാം. ഓല വലിയ ആളാണെന്ന് ഓല വിചാരം ഗൈസ്. നമ്മളോല കുടുക്കിയിട്ട് പോവാ ഗൈസ്. ഇതിൽ ചാവി എവിടെ വെച്ച് മനസ്സിലായില്ല. നമുക്ക് അപ്ഗ്രേഡ്സിലെ ചെറിയ സാധനങ്ങളൊക്കെ എടുത്തു പോവാ. അയാളവിടെ പോയി നിന്നട്ടെ. അങ്ങനെ കറങ്ങി ഇയാളും കൊടുത്തു. അയാൾ പോയി ഗൈസ്. അങ്ങനെ അയാൾ പോയി. ഗൈസ് അങ്ങനെ എല്ലാവരും പോവാ. എല്ലാ പോലീസിനോടും ഒരു സല്യൂട്ട് തന്നെ ബൈ ബൈ പറയാം. ഇപ്പോൾ ഡോർ തുറന്നിട്ട് ആരാണെന്ന് ചോദിച്ചു. അങ്ങോട്ട് പോകുമ്പോൾ സി യു. സ്റ്റാറും പോയി. ഇനി ടൈം പോക്കാൻ പാടില്ല. നമുക്ക് വേഗം പറഞ്ഞാൽ വേഗം ചവിട്ട് പൊളിച്ച് പോവാം. പക്ഷെ കീ എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പോഴും മനസ്സിലായില്ല. ലൂട്ടും കിട്ടിയില്ല. പോലീസുകാരെ മുഴുവൻ കളഞ്ഞിട്ടു. ഇനി 2 പേരെ കൂടി കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ ചതിപ്പേരയാണ്. ആ പെരയിൽ പോലീസുകാർ വന്നിട്ടുണ്ടല്ലോ. പോലീസുകാരുടെ കൂട്ടാകാരം. അത് കഴിയണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഇതാ മറ്റേ ലവ് ഡോഗി അല്ലേ. വിസിറ്റേഴ്സിനെ ഡോഗ് ലവ് വിസിറ്റേഴ്സ് ആൻഡ് വിൽ വേക്ക് അപ്പ് ഇഫ് യു ഗെറ്റ് ടു ക്ലോസ്. നമ്മളതിൻ്റെ അടുത്ത് ഇനി വാതിൽ പൂട്ടേണ്ടി വരും. വേണം തൊള്ള പൂട്ടണമെങ്കിൽ. ഗെറ്റ് ലോസ്റ്റ്. ഇവിടെ പോലീസല്ലേ ഉണ്ട്. ഇത് വലിയ ഈസിയാണ്. അടുത്ത പേരെ കൂടെ കയറുന്നു. പിന്നെ കൂട്ടും കിട്ടിയ ഗൈസ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ആകെ ഒരു പേരെ കൂടിയും പിന്നെ അടുത്ത പേരാണ് ഇവൻ ചതിക്കണ പേര്. അപ്പം ഇവൻ ചതിക്കണ വരെയാണത്. ഇപ്പം ഇതിൽ ഇവിടെ ഡോഗുണ്ട്. ആ വല്യമ്മ ഇവിടെ ഒന്ന് നോക്കുന്ന ടൈമാണ്. വല്യമ്മ വരുന്നുണ്ട്. എന്താ ഡോഗ് ഒച്ച ഉണ്ടാക്കണമെന്ന് ആലോചിച്ചാണ് വല്യമ്മ വരുന്നത്. ആ വല്യമ്മ വന്ന് നോക്കുന്നുണ്ട് ഗൈസ്. ആ വല്യമ്മ ഇവിടുന്ന് പോട്ടെ. ആ വല്യമ്മനെ കൊടുക്കാൻ എൻ്റെ അടുത്ത് പൈസ അല്ല. അല്ല ആ വല്യമ്മനെ കൊടുക്കുന്നു. ഇയാൾക്ക് ഇവിടെ അങ്ങനെ നിന്നാ ഇവിടെ സെക്യൂരിറ്റി ചെയ്യണേൽ ആകെ ആ വല്യമ്മ മാത്രമേ ഉള്ളൂ. ഈ കള്ള ബാലാല് ഡോഗ്. കുറച്ചുകൂടെ ഡോഗിനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവന്നാണ്ട് കളിപ്പിക്കണം. എന്നാലേ നമ്മൾ മിഷൻ പൂർത്തിയാവുള്ളൂ.
ഡോഗ് ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് ഗൈസ്. ഡോഗ് മനുഷ്യനെ ആളെ പുറകാൻ വേണ്ടി. ഗൈസ് നമ്മളെ ട്രഷർ നമ്മളെ കജ്ജിൽ കൂടിയാണ്. പിന്നെ വല്യമ്മ കൊടുക്കാനോ വരുന്നത്. ഗൈസ് ആ വല്യമ്മ കൊടുക്കാൻ വരുന്നതെന്നറിയില്ല. ആ വല്യമ്മ അവിടെ അങ്ങനെ നോക്കി കയത്ത വല്യമ്മ ഒന്ന് വേഗം വരി. അപ്പം ഇങ്ങോട്ട് തന്നെ ഗൈസ് വരുന്നത്. അപ്പം ആ വല്യമ്മ ഒന്ന് പോകാൻ കാത്തിക്കാണ് ഗൈസ്. ഗൈസ് വല്യമ്മൻ്റെ മുട്ട് പോവാം. വല്യമ്മ നമ്മളെ തല്ലാൻ വരിക ഗൈസ്. ഗൈസ് വല്യമ്മ നമ്മളെ പൂസിയിട്ടുണ്ട്. വല്യമ്മ നമ്മളെ പൂസിയിട്ടുണ്ട്. ഡോഗ് ബദറൂനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വന്ന് വല്യമ്മ പോകാൻ കാത്തിക്കണം. അപ്പം നമ്മൾ വല്യമ്മ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. മറ്റേ ഡ്രസ്സൊക്കെ പൊക്കിയാണ്ട് വല്യമ്മൻ്റെ ഇയാളത്തെ ബോർഡ് സ്റ്റോപ്പാകും. വല്യമ്മൻ്റെ പോക്ക് അങ്ങോട്ടാണ്. അപ്പോൾ വല്യമ്മ ബാത്റൂമിൽ പോവാണ് ഗൈസ്. അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. ആ പോലീസുകാരൻ്റെ മുന്നിൽ ആ ചാവി നമുക്ക് കിട്ടിയ ഈ എക്സിറ്റ് കൂടെ നമുക്ക് ആ വല്യമ്മ നമ്മളെ കിട്ടിക്കൂടെ. പോലീസുകാരൻ അങ്ങോട്ട് തിരിയും. ഇപ്പം അങ്ങോട്ട് ഞാൻ തിരിയും ഗൈസ്. ഓക്കെ, ഇനി അങ്ങോട്ട് തിരുമ്പം നമ്മൾ വേഗത്തിൽ ചാവി എടുക്കണം, തിരിയണം ഗൈസ്. ആ വല്യമ്മ പോകുന്നുണ്ട്. വല്യമ്മ പോകുന്നുണ്ട് അങ്ങോട്ട്. ഓക്കെ, നമ്മളിത് തുറന്ന് എസ്കേപ്പ് ആയിട്ട് നമ്മൾ ഈ ലെവൽ എസ്കേപ്പ് ആയിട്ട് ടൈമും കിട്ടിയിട്ട് ഗൈസ് റൂട്ട് ഫുള്ള് കിട്ടിയില്ല. അപ്പം ഞാൻ അടുത്ത ലെവൽ നോക്കാം ഗൈസ്. ഇത് നമ്മളെ ഈസി ലെവലിൽ ലാസ്റ്റത്തെ പേരാണ്. ഓ ഇത് കുറേ ഉണ്ട് ഗൈസ്. ഇവിടെ വലിയ ഗുണ്ടൻ പോലീസ് ഉണ്ട് ഗൈസ്. ഈ ഭാഗത്ത് കൂടെ എസ്കേപ്പ് ആകാൻ പറ്റൂല. ഫോൺ തീരട്ടെ. അങ്ങോട്ട് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ടി. ഇനി ഗൈസ് നമ്മൾ ഇനി ഇത് അയാൾ ഇങ്ങോട്ട് ബാക്ക് തിരിയുക. സോ അയാൾ കുറച്ച് നേരം അവിടെ നിൽക്കുള്ളൂ. അപ്പം അയാൾ പോക്കുന്ന അങ്ങോട്ടാണ്. അപ്പം അയാൾ അവിടെ പോയി അപ്പം തന്നെ തിരിച്ചു പോരും. അപ്പം നമ്മളിവിടെ ഒളിച്ചിക്കുക ഗൈസ്. നമ്മൾ ഹൈഡ് ചെയ്ത് നിൽക്കുക. പിന്നെ അവിടെ 2 പോലീസുകാർ കറങ്ങുന്നുണ്ട് ഗൈസ്. ആ ലെവലിൽ എങ്ങനെ തീർക്കുമെന്ന് ആലോചിക്കണം ഗൈസ്. ഇവിടെ ഒന്നും പോലീസില്ലല്ലോ. ഇവിടെ ഒരു മണ്ണുണ്ട്. ഗൈസ് അപ്പം നമ്മളെ കാർപ്പറ്റിൻ്റെ ഉള്ളിൽ ഒളിച്ചിട്ടാണ്. അത് പെട്ടി, പിന്നെ ക്ലോസറ്റ്, പിന്നെ കാർപ്പറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം അങ്ങനെ നമുക്ക് ചാവിയും കിട്ടി, നോട്ട് പാഡും കിട്ടി, നമ്മളെ നമ്മളെ ട്രഷറും കിട്ടി. അപ്പോൾ ഒരു സാധനം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ 2 പോലീസുകാർ അങ്ങോട്ട് തിരിച്ച് നമ്മളിവിടെ വിളിച്ചിടും. അതുപോലെ ഈ ഒരു പൗതി എത്തുമ്പോൾ നമ്മൾ ആ സാധനത്തെ നേരെ ഇങ്ങോട്ട് വിളിച്ചിക്കണം. ഓക്കെ, അയാളവിടെ നമ്മളെ മൂക്കും കണ്ണൊക്കെ കാണുന്നുണ്ട് ഗൈസ്. ആരാ വാതിൽ തുറന്ന് നോക്കാൻ പോവാണ്. നമ്മൾ തിരിച്ച് റിട്ടേൺ അടിച്ചണം. ഇപ്പോൾ റിട്ടേൺ അടിച്ചപ്പോൾ നമ്മളിവിടെ വിളിച്ചിരിക്കാൻ വേണ്ടി അയാൾ ആരാ വാതിൽ തുറന്നതെന്ന് പോയി നോക്കും.
അതാണ് വേറെ കാര്യം. പ്ലീസ് ഓപ്പൺ ദ ഡോർ. അതാ അയാൾ നോക്ക്. അപ്പം അങ്ങനെ ഇടക്കിയിട്ടുണ്ട്. ഇനി 2 പോലീസുകാർ നോക്കണം. ഡോർക്ക് പോയിട്ട് കറക്റ്റ് ഇതിൽ പോകണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഇയാളത്തെ പോവാത്ത ഗൈസ്, അയാളവിടെ സ്റ്റോപ്പായി. അങ്ങനെ ഇതും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ടൈമും കറക്റ്റ് ഇട്ടിട്ടുണ്ട്, ലൂട്ടും കറക്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതാണ് ഗൈസ് ആ ചങ്ങായി നമ്മളെ ചതിക്കണ വരെ. ഇവിടെ കുറേ പോലീസുകാർ ഓടി വരുന്ന ആകെ ചെക്കിങ് നടത്തുന്ന ഒരിതാണ്. അയാളവിടെ ഇത് ഓരോ ഡോറ് നോക്കുമ്പോൾ അയാളവിടെ ഗൈസ്, അയാളവിടെയാണ്. പിന്നെ അയാളിപ്പോൾ ഇങ്ങോട്ട് വരും. ഈ ട്രഷറി നമ്മളെടുത്ത അപ്പം പോലീസുകാർ വരും. ആ ചങ്ങായി ഇപ്പം അങ്ങോട്ട് വരും. ഗൈസ്, ആ ചങ്ങായി പെടുത്തി. നമ്മൾ രക്ഷപ്പെട്ടോണ്ട്. ഇനിയിപ്പോൾ ആ ചങ്ങായി പിന്നെ ആ സോഫേൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും, അല്ലേ പ്രശ്നമാവും. ആ സോഫേൻ്റെ അടുത്ത് തന്നെ ആ ചങ്ങായി പോയതിന് അവിടെ ഒളിച്ചിരിക്കുന്ന സ്ഥലമുണ്ട്. ഇപ്പോൾ ഗൈസ് അയാൾ ഇങ്ങോട്ട് വരും, കൂടെ വരിക. ഗൈസ് കൂടെ തന്നെ വരുന്നത്. അപ്പം നമുക്ക് ഈ ഡോറിൻ്റെ അടുത്ത് കൂടെ പോകാൻ പറ്റില്ല. പിന്നെ അയാൾ ആ ഡോറിൻ്റെ അടുത്ത് പോവാണ്. നമ്മൾ എല്ലാ ലൂട്ടും എടുത്താണ്ട് ലാസ്റ്റ് ആ ട്രഷർ എടുക്കണം. ഓക്കെ ഗൈസ്. ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്. ഇയാൾ ഇവിടെ അല്ലേ വരെ, ഞാൻ അറിഞ്ഞില്ല. അയാളവിടെ തന്നെ പോയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഈ വാതിൽ തുറക്കാം. അയാൾ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും കൂട്ടി ഒളിച്ചൊന്ന് പോകണം. ഓ ഷിറ്റ്, ഇവിടെ കുടുങ്ങി ഗൈസ്. ഗൈസ് അയാൾ അടിച്ചു പൊളിച്ച്. നമുക്ക് പൈസ എടുത്ത് റിയാവാം. പിന്നെ തോടത്ത് ഗൈസ്. അയാൾ നമ്മളെ കണ്ടു. അവിടുത്തെ ട്രഷർ നമ്മളങ്ങനെ പൊക്കീന്. ഇനി നമുക്ക് എസ്കേപ്പ് ആവാനുള്ള ടൈമാണ്. ട്രഷർ പൊക്കി പോവേണ്ട ടൈമാണ്. ഗൈസ് അവിടെ എസ്കേപ്പ്. കുറേ പോലീസുകാർ ഇങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. ഈ ലെവലും കുറേ ഹാർഡ് ഞാൻ പറഞ്ഞിന്. അപ്പം അയാൾ അങ്ങനെ പോലീസുകാരും പിടിച്ചു കൊണ്ടിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ സെക്കൻഡ് ചാപ്റ്ററാണ് ഡൗൺ ടൗൺ. ഇയാളിങ്ങനെ വെറുതെ നടന്നു കഴിഞ്ഞു. ആ സമയത്ത് ഒരു ഗുണ്ട ആള് ഐസ്ക്രീം തിന്നായിരുന്നു. അപ്പോൾ അയാളെ പൈസ വേഗം പോയപ്പോൾ അയാളെ കണ്ടില്ല. അപ്പോൾ അയാളെ നേരത്തെ പോയി മുട്ടി. അപ്പോൾ അയാൾക്ക് അയാളെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അയാൾക്ക് പിടിച്ചു. അപ്പോൾ അയാൾ പിടിച്ച് തൊള്ളം കെടുത്ത് തുടങ്ങി. അപ്പം അയാൾക്കൊരു ഐഡിയ വന്നു എന്നോട് എന്തൊക്കെ ചെയ്യിപ്പിച്ചാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ലെവലിൻ്റെ തുടക്കം വെക്കണുള്ളൂ, ചാപ്റ്റർ 2. ഇപ്പം നമ്മൾ ചാപ്റ്റർ 2 കളിച്ചൊന്നുമില്ല, തുടക്കം വെക്കുന്നുണ്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പം അങ്ങനെ നമ്മളെ ചാപ്റ്റർ 1 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഗെയിമിംഗ് വീഡിയോ എത്ര ഉള്ളൂ. അപ്പം ഇനി അടുത്ത പ്രാവശ്യം നോക്കാം ഗൈസ്. അടുത്ത ചാപ്റ്റർ നെക്സ്റ്റ് പാർട്ടിലാണ് വരുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, സപ്പോർട്ട്.